കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ വീണ്ടും ഡ്രോൺ ആക്രമണം. വിമാനത്താവളത്തിലെ ടെർമിനൽ 1 കേടുപാടുകൾ സംഭവിച്ചതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പാസഞ്ചർ കെട്ടിടം ടെർമിനൽ 1 ലക്ഷ്യമാക്കി ഡ്രോണുകൾ ആക്രമണം നടത്തിയതായി പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ സൗദ് അബ്ദുൽ അസീസ് അൽ ഒതേബി പറഞ്ഞു. സംഭവം ടെർമിനൽ കെട്ടിടത്തിന് കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചതായും നിരവധി വ്യക്തികൾക്ക് പരിക്കേറ്റതായും അദ്ദേഹം പറഞ്ഞു. അവർക്ക് ആവശ്യമായ വൈദ്യസഹായം നൽകിയതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു. സായുധ സേന ബന്ധപ്പെട്ട അധികാരികളുമായി ഏകോപിപ്പിച്ച് സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും കൂടുതൽ സംഭവവികാസങ്ങളോട് പ്രതികരിക്കാൻ പൂർണ്ണ സന്നദ്ധതയിലാണെന്നും ദേശീയ സുരക്ഷയും സ്ഥിരതയും നിലനിർത്തുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ടെന്നും അൽ-ഒതേബി കൂട്ടിച്ചേർത്തു. ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നവരെയും കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം പ്രവർത്തനം പുനരാരംഭിക്കാൻ തയ്യാറാണെന്ന് സ്ഥിരീകരിക്കുന്നതിനെയും വിമാന സർവീസുകൾ നിർത്തിവെച്ചതായും വിമാന ഗതാഗതം ഇതര വിമാനത്താവളങ്ങളിലേക്ക് തിരിച്ചുവിട്ടതായും ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പ്രഖ്യാപിച്ചു. വിമാനത്താവള സൗകര്യങ്ങൾക്കും പ്രവർത്തന സംവിധാനങ്ങൾക്കും സംഭവിച്ച നാശനഷ്ടങ്ങൾ സാങ്കേതിക സംഘങ്ങൾ പരിശോധിച്ച് വിലയിരുത്താൻ തുടങ്ങിയിട്ടുണ്ടെന്നും പൂർണ്ണ പ്രവർത്തനശേഷി പുനഃസ്ഥാപിക്കുന്നതിനാവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കുവൈത്തിൽ നിന്നും കേരള വിഷനു വേണ്ടി ഐ വി സിനേഷ് വെങ്ങര.